ഓസ്ട്രാലോപിത്തിക്കസ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് എന്ന് ഡിസ്കവർ ചെയ്ത് ടാൻസാനിയയിൽ നിന്നാണ് അതിൻ്റെതൊക്കെ ഫോസിൽ സ്റ്റഡീസിൽ നമുക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവരുടെ ഒരു തെളിവുകളൊക്കെ എവിഡൻസ് കിട്ടിയത് ടാൻസാനിയയിൽ നിന്നാണ്. ഹോമോ ഹാബിലിസ്. സോ ഫസ്റ്റ് ഏർലി ട്രൂ മാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ആദ്യത്തെ ട്രൂ മാൻ, കുറച്ചുകൂടി മനുഷ്യനായിട്ട് സാദൃശ്യം അല്ലെങ്കിൽ മനുഷ്യനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപം. അതുപോലെ ടൂൾ മേക്കർ അല്ലെങ്കിൽ ഏബിൾ മാൻ എന്നും പറയുന്നു. സോ ഒരുപാട് ടൂൾസുകൾ അവർക്ക് ഭക്ഷിക്കാനും വേറെ പല പർപ്പസിന് വേണ്ടിയിട്ട് ടൂൾസുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് കുറച്ചുകൂടി മനുഷ്യനെ പോലെ കുറച്ചുകൂടി ഏബിൾ ആയിട്ടുള്ളതുണ്ട്. സോ ഏബിൾ മാൻ ആൻഡ് ടൂൾ മേക്കർ എന്ന് പറയുന്നു. പിന്നെ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 to 800 cc ആണ്. 650 to 800 ആയിരുന്നു അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി. ദേ ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ്. അവരും ഇതുപോലെ മീറ്റും മാംസമൊന്നും ഭക്ഷിച്ചിരുന്നില്ല എന്ന് പറയപ്പെടുന്നു. ഹോമോ ഹാബിലിസ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നതാണ് ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത് അവരുടെ ഫോസിൽസ് കിട്ടിയത് ബാങ്ക്സ് ഓഫ് സോളോ റിവർ, ജാവ. സോ 1891 ഇവരുടെ എവിഡൻസ് കിട്ടിയത്. ഹോമോ ഇറക്റ്റസ് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ എവല്യൂഷനിൽ ഇങ്ങനെ ഒരു ഫോം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ സോളോ റിവർ, ജാവ 1891 കിട്ടിയത്. അതുകൊണ്ട് ഇതിനെ ജാവ മാൻ എന്നും കൂടി ഹോമോ ഇറക്റ്റസിനെ പറയാറുണ്ട്. സോ ദേ ലിവ്ഡ് അബൌട്ട് 1.5 million years ago. സോ 1.5 million years ago ആയിരുന്നു അവർ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടം. അതിൽ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ഹോമോ ഹാബിലിസിനേക്കാളും ഈ 650 to 800 കൂടി. അപ്പോൾ അത് നോക്കിയേ, ലാർജ് ബ്രെയിൻ ആയിരുന്നു കുറച്ചും കൂടിയും. അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 900 cc ആണ്. ഇതിൽ നിന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയി. പിന്നീട് പ്രോബബിളി എയ്റ്റ് മീറ്റ്. അവരൊരുപക്ഷെ മത്സ്യം അല്ലെങ്കിൽ മാംസം ഭക്ഷിച്ചിരുന്നേക്കാം. സോ മീറ്റ് ഭക്ഷിച്ചിരുന്നിട്ടുണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സ്പീച്ച്, ആദ്യത്തെ ആ സ്പീച്ച് മനുഷ്യന് മാത്രം കൂടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ ഏറ്റവും ആദ്യത്തെ സ്പീച്ച് കണ്ടെത്തിയത് ഇവരിലാണ്, ഹോമോ ഇറക്റ്റസ്. പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സ്പീച്ച് ആൻഡ് ഇറക്റ്റ് മാൻ ആണ്. അതുപോലെ വാക്ക്ഡ് ഔട്ട് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് നമ്മൾ ഇവരുടെ കൂടുതൽ ഫോസിൽ സ്റ്റഡീസ് കണ്ടു തന്നെ. സോ ആഫ്രിക്കയിൽ നിന്ന് അവരവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നെ റീച്ച്ഡ് ഏഷ്യ ആൻഡ് യൂറോപ്പ്. അവിടെ നിന്ന് അവർ പിന്നെ ഏഷ്യ, ഇവരുടെ ആൾക്കാർ ഏഷ്യ, യൂറോപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ താമസിക്കാൻ തുടങ്ങി. സോ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സ്പീച്ച് ഡെവലപ്പ് ചെയ്തത് ഹോമോ ഇറക്റ്റസിലാണ്. അതുപോലെ അവരുടെ വേറെ പ്രത്യേകത, അവർ ഈ കേവുകളിൽ, ഗുഹകളിലൊക്കെ താമസിച്ചിരുന്നു. അതുപോലെ അവർ തീ ഉപയോഗിച്ചിരുന്നു. പല പർപ്പസിന് വേണ്ടിയിട്ട് അവർ ഫയർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. അതാണ് ഹോമോ ഇറക്റ്റസ്. പിന്നീടുള്ളതാണ് ഹോമോ സാപ്പിയൻസ്. സോ നമ്മൾ മനുഷ്യൻ്റെ ആ ഒരു സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. ആ ഹോമോ സാപ്പിയൻസിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, നിയാണ്ടർത്താൽ മാൻ ആൻഡ് മോഡേൺ മാൻ. നിയാണ്ടർത്താലും മോഡേൺ മാനും. ആദ്യത്തെയാണ് നിയാണ്ടർത്താൽ മാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോഡേൺ മാനിലേക്ക് എത്തുന്നുള്ളൂ. സോ ഹോമോ സാപ്പിയൻസിൽ ആദ്യത്തെ നിയാണ്ടർത്താൽ, പിന്നെ മോഡേൺ മാൻ. സോ നിയാണ്ടർത്താൽ എന്ന് പറയുന്നത് അവർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിലാണ് അവർ ജീവിച്ചിരുന്നതെന്ന് പറയുന്നു. സോ ലിവ്ഡ് നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. സോ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ നമ്മളിവിടെ പറഞ്ഞിരുന്നു. അവർ എവിടെ നിന്ന് ഈ പറഞ്ഞ ഹോമോ ഇറക്റ്റസ് അവർ എവിടെ എത്തി? ആഫ്രിക്കയിൽ നിന്ന് പോയി ഏഷ്യ, യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. സോ അവർ താമസാക്കി അവിടെ അവരെ പ്രോജനി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവരുടെ നിയാണ്ടർത്താൽ മാൻ്റെ ഇതൊക്കെ കണ്ടെത്താൻ കിട്ടിയത്. എവിടെ നിന്നാണ്? ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കണ്ടെത്താൻ പറ്റി. ബിറ്റ്വീൻ 1 lakh to 40,000 years back. 1 lakh to 40,000 years back ഇവരുടെ ആ ഒരു എവിഡൻസുകൾ, ഈ പറഞ്ഞ നിയാണ്ടർത്താൽ മാൻ്റെ എവിഡൻസുകൾ കണ്ടെത്താൻ പറ്റി അവിടെ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ. പിന്നീട് ഇതിൻ്റെ ഫോസിൽ ഡിസ്കവർ ചെയ്തത് പറയുന്നത് നിയാണ്ടർ വാലി ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ നിയാണ്ടർ വാലിയിൽ ഇവരുടെ ഫോസിൽസ് അല്ലെങ്കിൽ ഇവരുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ബ്രെയിൻ സൈസ് ഈ പറഞ്ഞ 900 cc നിന്ന് ഹോമോ ഇറക്റ്റസിൽ നിന്ന് ബ്രെയിൻ കപ്പാസിറ്റി വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ട് 1400 cc കപ്പാസിറ്റി വരെ നമ്മുടെ നിയാണ്ടർത്താൽ മാനിലെത്തി. പിന്നെ ഹൈറ്റ് പറയുന്നത് 150 centimeter ആയിരുന്നു. 150 centimeter ആയിരുന്നു ഹൈറ്റ്. അതുപോലെ ഇവരും ഇതുപോലെ ഗുഹകളിൽ താമസിച്ചിരുന്നു, കേവിലൊക്കെ താമസിച്ചിരുന്നു. അതുപോലെ ഹട്ട് ലൈക്ക് സ്ട്രക്ചറുകൾ, കുടിൽ പോലത്തെ അങ്ങനത്തെ സ്ട്രക്ചറൊക്കെ പണിത് അവരവിടെ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു. യൂസ് ടു ഹൈഡ് ടു പ്രൊട്ടക്ട് ദെയർ ബോഡി. ഇവരുടെ അടുത്തപ്പോഴേക്ക് ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലാണ്, ഹൈറ്റ് കൂടുതലാണ്. അതുപോലെ ഇവർ ഹട്ട് ലൈക്ക് സ്ട്രക്ചറൊക്കെ
നിർമ്മിച്ചിട്ട് അതിലായിരുന്നു ഗുഹകളിലും ഇതുപോലത്തെ അവർക്ക് താമസിക്കാനുള്ള ഒരു വാസസ്ഥലമൊക്കെ ഉണ്ടാക്കി അവിടെയാണ് അവർ താമസിച്ചിരുന്നത് ഹട്ട് ലൈക്ക് സ്ട്രക്ചർ. പിന്നെ ഇവരെ വേറെ പ്രത്യേകത ബ്രെയിൻ കപ്പാസിറ്റി കൂടുതലുണ്ട്. അവർക്ക് അവരെ തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ഒളിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദിയർ ബോഡി, അവരുടെ ബോഡീനെ മറ്റു ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ബോഡി തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു എന്താ പറയുക ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെയിൻ കപ്പാസിറ്റി ഇത്രയുള്ളത് കൊണ്ട്. പിന്നീട് ഡെഡ് വേർ ബറിഡ്, അവരിൽ തന്നെ എന്താണ് മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടണം, ബറി ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻ്റലിജൻസും അവിടെ ഡെവലപ്പ് ചെയ്തു. സോ ഇവിടെ ഈ ഗ്രൂപ്പിലൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനത്തെ നിയാണ്ടർതാൽ മാൻ ആയപ്പോഴേക്കും മരിച്ചവരെയൊക്കെ അവർ തന്നെ കുഴിച്ചിടാൻ തുടങ്ങി. അതുപോലെ പ്രിമിറ്റീവ് ഫോം ഓഫ് മോഡേൺ മാനിലെ ഏറ്റവും പ്രിമിറ്റീവ് ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് നിയാണ്ടർതാലാണ്. സോ നമ്മുടെ ഡ്രയോപിത്തിക്കസും രാമാപിത്തിക്കസും ഓസ്ട്രാലോപിത്തിക്കസും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോമോ ഹാബിലിസ് വന്നത്. ഹോമോ ഹാബിലിസ് ആണ് പറഞ്ഞ പോലെ ടാൻസാനിയയിൽ നമ്മൾ ഡിസ്കവർ ചെയ്തു. ഏർലി ട്രൂ മാൻ എന്നറിയപ്പെടുന്നു. ടൂൾ മേക്കർ അല്ലെങ്കിൽ കുറച്ച് ടൂൾസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളതുകൊണ്ട് ടൂൾ മേക്കർന്നും. ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 ആയിരുന്നു. അവർ മാംസം ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. പിന്നീട് ഹോമോ ഇറക്റ്റൻസിനെ കണ്ടെത്തിയത് ജാവയിലാണ്. സോ ജാവ മാൻ എന്നുകൊണ്ട് അറിയപ്പെടുന്നു. 1.5 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അവർ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. ബ്രെയിൻ കപ്പാസിറ്റി 800 നിന്ന് 900 cc ആയി മാറി. അതുപോലെ തന്നെ അവർ മാംസമൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സ്പീച്ച് ഡെവലപ്പ് ചെയ്തത് ഹോമോ ഇറക്റ്റസിലാണ്. പിന്നീട് ഇറക്റ്റ് മാൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹോമോ ഇറക്റ്റസ് പേര് വന്ന്. അവരിതുപോലെ ആഫ്രിക്കയിൽ നിന്ന് അവിടെ നിന്ന് പുറത്ത് കിടന്ന് അവർ ഏഷ്യ ആൻഡ് യൂറോപ്പിലൊക്കെ സഞ്ചരിച്ച് അവിടെ അവരുടെ ഹാബിറ്ററ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കേവിലൊക്കെ താമസിച്ച് ഗുഹകളിൽ താമസിച്ച് ഫയറൊക്കെ ഉപയോഗിച്ച് അവരവരുടെ വേരിയസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നീടാണ് നമ്മുടെ ഹോമോസാപ്പിയൻസിലെ നിയാണ്ടർതാൽ മാനും മോഡേൺ മാനും വന്നത്. നിയാണ്ടർതാൽ മാൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ അവർ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. 1 lakh to 40,000 years ബാക്ക് അവർ ജീവിച്ചിരുന്നു. അതുപോലെ അവരുടെ ഫോസിൽ ഡിസ്കവർ ചെയ്തത് ജർമ്മനിയിലെ നിയാണ്ടർ വാലിയിലാണ്. ബ്രെയിൻ സൈസ് 900 നിന്ന് ഹോമോ ഇറക്റ്റസിൽ നിന്ന് മാറി 3400 cc, ഹൈറ്റ് 150 centimeter. അതുപോലെ കേവിൽ അതുപോലെ ഹട്ട് ലൈക്ക് സ്ട്രക്ചറിലൊക്കെയാണ് ഇവർ താമസിച്ചിരുന്നത്. അതുപോലെ ഇവർക്ക് ഇവരുടെ ബോഡീനെ ഹൈഡ് ചെയ്യാൻ മറ്റ് അനിമൽസ് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹൈഡ് ചെയ്യാനും ഡേഞ്ചറിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണം അല്ല ബറി ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻ്റലിജൻസ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ മോഡേൺ മാൻ്റെ പ്രിമിറ്റീവ് ഫോം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ നിയാണ്ടർതാൽ മാനെയാണ്.